എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മുത്തശ്ശനുള്ള മെഡിസിൻ ഒക്കെ എടുത്തു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു മുത്തശ്ശി. അങ്ങനെ ആ മെഡിസിൻ ബോക്സ് എടുത്തു വെച്ചപ്പോ മുത്തശ്ശിക്ക് ആ പാടൊരു കൺഫ്യൂഷൻ. ഈ സമയത്ത് ഏത് മെഡിസിനാ കൊടുക്കണ്ടേ? രാത്രി കൊടുക്കേണ്ട മെഡിസിൻ കൺഫ്യൂഷൻ ആയല്ലോ. ഇനിയിപ്പം മഞ്ഞ ഗുളികയാണോ അല്ല വൈറ്റ് ഗുളികയാണോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്താണ് ആദർശ് അങ്ങോട്ട് കടന്നു വരുന്നത്. എന്ത് പറ്റും മുത്തശ്ശി, എന്താന്ന് ചോദിക്കണം. അല്ല മോനെ, ഈ സമയത്തെ മുത്തശ്ശന് കൊടുക്കേണ്ട ഏത് മെഡിസിനാന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ നോക്കിയതാന്ന് പറയണം. അതാണ് കാര്യം. അതിനിപ്പം നോക്കാൻ്റെ ആവശ്യം എന്തായിരിക്കണേ? അത് അവളോട് വിളിച്ചു വെച്ചാൽ അറിയാവുന്ന കാര്യമല്ലേ ഉള്ളെന്ന് പറയണം. ഈ സമയം മുത്തശ്ശൻ പറയാം, എന്നാ ഒരു കാര്യം ചെയ്യാം, മോൻ വിളിക്കാൻ പറയാണ്. പിന്നീട് ആദർശ് നയനെ വിളിക്കണം. നയനെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ സമയത്ത് മുത്തശ്ശന് കൊടുക്കേണ്ട മെഡിസിൻ ഏതാന്ന് ചോദിക്കുകയാണ്. നയന പറഞ്ഞു, അതിനകത്ത് നാം വൈറ്റ് ഗുളിക അത് കൊടുത്താൽ മതി എന്ന് പറയാം. ആ ശരി ശരി, അത് ചോദിക്കാൻ വേണ്ടി വിളിച്ച എന്നും പറഞ്ഞിട്ട് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യണം. മുത്തശ്ശി പറഞ്ഞു, ദൈവമേ, ഞാനെങ്ങാനും ഗുളിക മാറി കൊടുത്തായിരുന്നെങ്കിൽ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. ഞാനാ മറ്റേ മഞ്ഞ ഗുളികയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, അതെങ്ങാനും കൊടുത്തായിരുന്നു എന്ത് ചെയ്തേനും. ഈ സമയം മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിച്ചാലും ഞാൻ കുറച്ച് നേരത്തെ അങ്ങോട്ട് പോകും, അത്ര ഉള്ളെന്ന് പറയാണ്. ഈ സമയം ആദർശ് പറഞ്ഞേ, അങ്ങനെ സംഭവിക്കില്ലല്ലോ, നയനോട് വിളിച്ച് ചോദിച്ചില്ലേന്ന് ചോദിക്കും. ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ നയനെ എങ്ങോട്ട് തിരിച്ചു വിളിച്ചാൽ മതി. നയന വന്നിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാവും. ഒരു കാര്യം ചെയ്യേ, മുത്തശ്ശി വിളിച്ചിട്ട് അവളോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു പറയാണ്. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, മുത്തശ്ശി വിളിച്ചിട്ട് പറയണം? അതെ, നിനക്ക് പോയി കൂട്ടിക്കൊണ്ടു വന്നാൽ എന്താ കുഴപ്പം? പിന്നെ അവള് 2 ദിവസം അവിടെ നിൽക്കുവാണ്, നിന്നോട്ടെ. ഇനിയിപ്പൊ നിനക്ക് പോയി കൂട്ടിക്കൊണ്ട് വണമെന്നുണ്ടെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് വന്നാൽ പോരെ, നീ അല്ലേ വിളിച്ചോണ്ട് വന്നേ, അതിന് മുത്തശ്ശിയാണോ അവളെ വിളിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആദർശ് പറഞ്ഞു, അല്ല അവള് പോയതല്ലേ, എന്നാ 2 ദിവസം നിൽക്കട്ടെ മുത്തശ്ശ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം മുത്തശ്ശനോട് പറഞ്ഞു, എന്തൊക്കെയോ അവന്റെ മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടെന്ന് തോന്നും, നയനമോൾ ഇല്ലാത്തോണ്ട്. അതെ, കുറച്ചു ദിവസം അവളെ നിൽക്കട്ടെ, അവളുടെ വില എന്താന്ന് ഇവൻ ശരിക്കും മനസ്സിലാവാനുണ്ട്, അതിനുശേഷം ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാൽ മതി എന്ന് പറയാണ്. പിന്നീട് മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആദർശം വല്ലാത്തൊരു ശൂന്യത അനുഭവപ്പെടുക. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അവളില്ലാത്തോണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ ആദർശ ബെഡേ കയറി ഇരുന്ന സമയത്ത് നയന ഉള്ള സ്പാലൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്ന പോലെ ആദർശന് തോന്നുവാണ്. പെട്ടെന്ന് ഇങ്ങനെ ആദർശ അമ്പരപ്പോട് കൂടി നയനെ തന്നെ നോക്കിയിരിക്കുക. പെട്ടെന്ന് ആ രൂപം അങ്ങോട്ട് മാഞ്ഞുപോയി. പെട്ടെന്ന് ആദർശന് മനസ്സിലായത് അത് തന്റെ വെറുതെ ഒരു സ്വപ്നം മാത്രമായിരുന്നുള്ളത്. ഈ സമയം ആദർശന്റെ മനസാക്ഷി ആദർശനോട് പറയാം, നോക്കിയിരുന്നോ, ഇപ്പൊ അവള് വരും. എടാ, നിന്റെ അടുത്ത് ഇത്രയും കാലം ഉണ്ടായിട്ട് നീ അവളെ മൈൻഡ് ചെയ്തോ? ഇല്ലല്ലോ. എന്നിട്ട് ഇപ്പൊ അവള് ഇല്ലാതിരിക്കണ സമയത്ത് അവനങ്ങോട്ട് ഭയങ്കര പ്രണയം പോലും അവളോട്. അല്ല, ഇത്രയും കാലം ഉണ്ടായല്ലോ, എന്നിട്ട് നിങ്ങൾ തമ്മിൽ നല്ലൊരു ജീവിതം നയിച്ചോ? അല്ല, അത് പിന്നെ ഞാൻ അമ്മയായിട്ടുള്ള എനിക്കറിയാം, നിനക്ക് നിന്റെ അമ്മയോടുള്ള സ്നേഹം അതല്ലേ പ്രശ്നം. നിന്റെ അമ്മ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിച്ചോണ്ടല്ലേ ഇപ്പം നീ ഇങ്ങനെ ഉണ്ടായിട്ടിരിക്കുന്നേ. അതുപോലെ തന്നെയാ നിന്റെ ഭാര്യയ്ക്കും ആഗ്രഹമില്ലേടാ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കണമെന്ന്. അല്ല, അത് പിന്നെ പിന്നെ എന്ത് പറഞ്ഞാലും അവനൊരു ന്യായീകരണം കാണും. നാണമില്ലേടാ, ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ട് നീ അവളുടെ സ്നേഹത്തോട് 2 വാക്ക് സംസാരിച്ചിട്ടുണ്ടോ? കല്യാണത്തിന് മുമ്പോ പ്രണയിച്ചിട്ടില്ല, കല്യാണത്തിന് ശേഷമെങ്കിലും നിനക്ക് അവളെ പ്രണയിക്കാൻ മേലായിരുന്നോ? ഇനി ഇതൊക്കെ എന്നാടാ നീയൊക്കെ പഠിക്കണേ എന്നും പറഞ്ഞ് സ്വന്തം മനസാക്ഷി തന്നെ ആദർശനെ ഇട്ട് കുത്തുവാണ്. ആദർശന് വല്ലാത്തൊരവസ്ഥ തോന്നി. അവളില്ലാത്തോണ്ട് അവളെ ഒന്നും വിളിച്ചാലോ? വേണ്ട, ഈ സമയത്ത് വിളിച്ചാൽ അവള് തന്നെ തെറ്റിദ്ധരിച്ചാലോ? ഇനിയിപ്പോ വേണ്ട, ഇനിയിപ്പം എങ്ങനെയല്ലോ ഒന്ന് കിടക്കാൻ നിർത്തേണ്ട. ആദർശം അങ്ങനെ കിടക്കുവാണ്. ഈ സമയത്ത് മുറിയിലിരുന്ന നയനയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ. ആദർശനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട, അതിനിപ്പം പിന്നെ ബുദ്ധിമുട്ടാവും. എന്നാലും സാരില്ല, ഒന്ന് വിളിച്ചു നോക്കാം എന്നോർത്തുകൊണ്ട് ആദർശിനെ ഫോണിലേക്ക് വിളിക്കുവാണ്. വിളിച്ചു കഴിഞ്ഞപ്പോൾ ആദർശം ഫോൺ ബെല്ലടിക്കുന്നത് നോക്കിയപ്പോ നയന. ആഹാ, അപ്പൊ തന്നെ പോലെ തന്നെയാ അവൾക്കും ഉറക്കം വരുന്നില്ല, താനെ എടുത്തില്ലാത്തോണ്ട്. പെട്ടെന്ന് കോൾ എടുത്തിട്ട് ഇച്ചിരി വെയിറ്റ് ഇട്ട് സംസാരിക്കാൻ നിർത്തണം. ഹലോ, എന്താന്ന് ചോദിക്കാണ്. അല്ല, ആദർശാണ് ഉറങ്ങിയായിരുന്നു ചോദിക്കുക. പെട്ടെന്നൊരു വായക്കൊട്ടയൊക്കെ വിട്ട് കേൾപ്പിക്കുകയാണ്. പിന്നെ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു, ഉറക്കത്തിന് സമയത്ത് കോൾ എടുത്തതെന്ന് പറയാം. അതെനിക്ക് മനസ്സിലായി, നല്ല ഉറക്കമായിരുന്നെങ്കിലേ ഇപ്പൊ ഓടി ചാടി ഒന്ന് കോൾ എടുക്കത്തില്ല. ഉറങ്ങുമൊന്നും അല്ലായിരുന്നു, മനസ്സിലായി. ആ സംസാരം കേട്ടാ അറിയാം ഉറങ്ങുമല്ലായിരുന്നു. ഉറക്ക ക്ഷീണമൊന്നും ഇല്ലെന്ന് പറയണം. ഓ, ഇത് ചോദിക്കാനാണ് നീ ഇപ്പൊ വിളിച്ചതെന്ന് ചോദിക്കാം. ഓ, ഞാൻ അങ്ങോട്ട് വെച്ചേക്കാവേ, ഇനിയിപ്പൊ ദേഷ്യമാണ്, ഞാൻ സംസാരിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങോട്ട് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യണം. ആദർശന് വല്ലാത്ത ബുദ്ധിമുട്ട്. വേണ്ടായിരുന്നു, അങ്ങനെയൊന്നും അവളോട് സംസാരിക്കണ്ടായിരുന്നു, അവൾക്ക് എന്ത് തോന്നിക്കാണും. ശരി, എന്നാ ഒരു കാര്യം ചെയ്യാം, ഒന്നോടെ അവളെ ഒന്ന് വിളിച്ചു നോക്കാൻ നിർത്ത്. പെട്ടെന്ന് വീണ്ടും നയനെ തിരിച്ചു വിളിക്കണം. എന്താ കാര്യത്തിനാ വിളിച്ചതെന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ നിനക്ക് പൈസയ്ക്ക് വല്ല അത്യാവശ്യമുണ്ടോ? എനിക്കെന്തിനാ പൈസ? എനിക്ക് പൈസയ്ക്ക് ആവശ്യമൊന്നുമില്ല. അല്ല, പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എത്തിക്കാന്ന് പറയായിരുന്നു, കൊണ്ടുത്തരാമെന്ന് പറയാനായിരുന്നു വിളിച്ചേ. പിന്നെ നീ കൂടി വരുമൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം. നയനക്കിത് കിട്ടും വല്ലാത്തൊരു സങ്കടമൊക്കെ വന്നു.
നയന പറഞ്ഞു, അതെ പാതിരാത്രിക്ക് വിളിച്ച് പൈസയുടെ കാര്യം പറയാനാണോ? ശരി ഞാൻ വെച്ചേക്കോന്നു നയന കോള് കട്ട് ചെയ്യുക. നയന കോൾ ഇട്ടപ്പോൾ ആദർശിന് വല്ലാത്ത വീണ്ടും ഒരു ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നയനയ്ക്ക് മനസ്സിലായി ആദർശനോട് തന്നോട് സ്നേഹമുണ്ട്, അത് പക്ഷെ തുറന്നു പറയാനായിട്ടൊരു ബുദ്ധിമുട്ട്. താനിപ്പോ ആദർശനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അപ്പൊ അതുപോലെ തന്നെ ആദർശന്റെ മനസ്സിലും താൻ കടന്നു കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഫോൺ വിളി വന്നിരിക്കുന്നത്. അങ്ങനെ നയൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് നന്ദുവിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ഈ സമയത്തോ ഈ അർദ്ധരാത്രി സമയത്ത് ആരാ വിളിക്കണേ? നോക്കിയപ്പോ അനിതാന്നുണ്ടേ. അനിതയോ? അതേത് ഫ്രണ്ടാ? ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് അവൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനെ ഓർത്തിരിക്കുന്ന സമയത്ത് കോളും കൂടെ കട്ടായിപ്പോയി. അത് ചിലപ്പോ അവിടെ ചിലപ്പം പറയാത്തായിരിക്കും തന്നോട്, ഏതെങ്കിലും പുതിയ ഫ്രണ്ട് ആയിരിക്കും എന്ന് ഓർത്തു. ചിലപ്പോൾ ഈ ഫ്രണ്ടാണ് ഇനിയിപ്പോൾ എല്ലാ പ്രശ്നത്തിനും കാരണം. അങ്ങനെ പാതിരത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കോള് വരുവാണ്. അതും അനിത തന്നെയാണ്. ഇതേതാ ഈ പെൺകുട്ടി? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഇനിയിപ്പം നന്ദുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കോൾ എടുത്താലോ? ഫോൺ കയ്യിലെടുത്ത് കോൾ എടുത്താലോ എന്നൊക്കെ ആലോചിക്കോ. വേണ്ട, ഈ സമയത്ത് താൻ കോൾ എടുത്താൽ അത് ശരിയാവത്തില്ല. പോരാത്തന്നെ നന്ദുവിന്റെ ഫോണോ ആരാ എന്താ ഏതൊന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ താൻ വലിയ സംശയക്കണ്ണുകളോട് എടുത്തിട്ടുണ്ടെങ്കിൽ നന്ദു തന്നെ എന്ത് വിചാരിക്കും? എടുക്കണ്ടെന്ന് ഓർത്ത് അങ്ങോട്ട് വെക്കുവാണ്. എന്നാലും നയനയുടെ ഉള്ളിൽ ആ ഒരു സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു, അനിത ആരാന്നുള്ളൊരു സംശയം. ഈ സമയം ഉറക്കം വരാതെ ആദർശാണെങ്കിൽ പുറത്തേക്കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കുവാണ്. അപ്പോഴാണ് കനക അങ്ങോട്ട് വരുന്നത്. കനകനെ കണ്ടപ്പോൾ ആദർശനൊരു പരിമളുണ്ടായി. അല്ല ആദർശമോൻ ഇതിനായിട്ട് ഉറങ്ങിയില്ലേന്ന് ചോദിക്കാം. അല്ല പിന്നെ എനിക്ക് ഉറക്കം വന്നില്ല. ഓ നയനമോൾ ഇല്ലാത്തോണ്ടായിരിക്കും അല്ലേ? എന്നൊരു കാര്യം ചെയ്യ്, നാളെ തന്നെ പോയി നയനമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറയാണ്. ഏയ് അതുകൊണ്ടൊന്നുമല്ല, നയന ഇല്ലാത്തോണ്ട് ഉറക്കം വരാത്തെന്ന് അമ്മയോട് ആരാ പറഞ്ഞേ? ഇല്ല എനിക്കങ്ങനെ തോന്നിയെന്ന് പറയണ. അതുകൊണ്ടൊന്നും അല്ലാന്ന് പറയണ. അതെ മോനറിയോ, പണ്ട് കാലത്തെ പെൺകുട്ടികളൊക്കെ ആണെങ്കിലേ ഇങ്ങനെയൊന്നും മാറി നിൽക്കാറൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ, അവരെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ വീട്ടില് എങ്ങനെയാണെങ്കിലും ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും അവരുടെ വീട്ടിൽ തന്നെ നിൽക്കണം. കാരണം വീട്ടിൽ നിന്നുള്ള കാരണന്മാരൊക്കെ ഉള്ളതെല്ലാം വിറ്റുപറിക്കായിരിക്കും അവരെ കെട്ടിച്ചു വിടുന്നത്. പിന്നെ വീട്ടിലേക്ക് വന്നാലും അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണെന്നറിയാം. വീട്ടുകാരെ വെറുതെ വിഷമിപ്പിക്കാതെ മാത്രമാണെന്നറിയാം. അതുകൊണ്ട് എന്ത് വന്നാലും സഹിച്ചും ക്ഷമിച്ചും ഒക്കെ പണ്ടത്തെ തലമുറയിലുള്ള, അതായത് എന്റെയൊക്കെ തലമുറയിലുള്ള സ്ത്രീകൾ അങ്ങനെ മാറി നിൽക്കും. പക്ഷെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളല്ല, അങ്ങനെയല്ല. കല്യാണം കഴിഞ്ഞിട്ട് 6-7 വർഷം സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കും. പല പല പ്രശ്നങ്ങളായിരിക്കും കാരണമൊക്കെ. അങ്ങനെ ആ പ്രശ്നങ്ങൾക്ക് നടുവില് അവര് തന്നെ ജീവിക്കാൻ മറന്നു. പിന്നെ അവർക്ക് തമ്മിൽ കാണണം എന്നൊരു മനസ്സിലൊരു തോന്നലുണ്ടാണെങ്കിൽ, അങ്ങനെ ഒരു തോന്നൽ ഇനിയിപ്പോ ഉണ്ടായെന്ന് വെച്ചോ, അപ്പൊ അതിനർത്ഥം എന്താണെന്നറിയോ, അവർ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലാ. കാരണം ഒരാൾക്ക് ഒരാൾ കാണാതിരിക്കുമ്പോൾ മനസ്സിലൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിൽ ഇഷ്ടമുണ്ടെന്ന് അതിനർത്ഥം. എനിക്കിപ്പോ ഇവിടെ അങ്ങനെയാ തോന്നണേന്ന് പറയാ. ആദർശ് പെട്ടെന്ന് പറഞ്ഞേ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാ. ഇത് കേട്ടപ്പം കനയ്ക്കൊരു ബുദ്ധിമുട്ട്. എന്നാലും കനക വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കനക പറഞ്ഞു, അതെ ആദർശ് പോലെ തോന്നലാന്ന് എനിക്ക് തോന്നേ. അതെ നമ്മൾ കണ്ണുള്ളപ്പോ കണ്ട കാഴ്ച അറിയത്തില്ലെന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഒരു പക്ഷേങ്കില് നയനമോള് അടുത്തുള്ളപ്പോ ചിലപ്പം അതിന്റെ വില മനസ്സിലായെന്ന് വരത്തില്ല. പക്ഷെ ഇല്ലാത്തപ്പം നമ്മൾ ജീവിക്കേണ്ട സമയത്ത് ജീവിക്കണം. ചിലപ്പോ അല്ലെങ്കിൽ പിന്നീട് ചിലപ്പം ദൈവം നമുക്ക് അങ്ങനെ ഒരു അവസരം തന്നെന്ന് വരത്തില്ല. ഞാൻ പറയുന്ന മോന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ, മോൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാനും പറഞ്ഞിട്ട് കനകി അങ്ങോട്ട് പോവാണ്. ആദർശം വല്ലാത്തൊരു ഫീലായി. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, പക്ഷേങ്കിൽ എന്ത് ചെയ്യും, അവളുടെ തലക്കനം അതാണ് സഹിക്കാൻ പറ്റുന്നില്ലാത്ത. അവൾക്കാണെ ഇച്ചിരി അഹങ്കാരം കൂടുതലുണ്ടെന്ന് തോന്നേ. പക്ഷെ അങ്ങനെ ആരും സമ്മതിക്കുന്നില്ല. ഈ വീട്ടിൽ താനം മാത്രം ഇങ്ങനെ പറയത്തുള്ളൂ അവൾക്ക് അഹങ്കാരമുണ്ടെന്ന്. പിന്നെ പറയണേ തന്റെ അമ്മയും ചെലച്ചി അപ്പച്ചി അവരൊക്കെ പറയായിരിക്കും. പക്ഷേങ്കില് മുത്തശ്ശനോ മുത്തശ്ശിയോ ജാനകി അപ്പച്ചിയോ അവരെ ആരും അങ്ങനെയൊന്നും പറയത്തില്ല. കാരണം അവർക്കെല്ലാം അറിയാം നയന അങ്ങനെ തലക്കനുള്ള കുട്ടിയല്ല, അഹങ്കാരമുള്ള ഒരാളല്ലെന്ന്. അങ്ങനെ അഹങ്കരിക്കാനാണെങ്കിൽ അവള് തന്നെ എത്ര നല്ല ഡിസൈൻ വരച്ചിരിക്കുന്നു. അപ്പൊ ആ ഡിസൈനൊക്കെ ഇത്ര മാത്രം നന്നായിട്ട് വരച്ചു കഴിയുമ്പോൾ അവൾ അഹങ്കരിക്കേണ്ടതല്ലേ. ഇപ്പൊ താൻ അന്ന് ഓർത്ത് ടെൻഷൻ അടിക്കണമെന്ന് ഓർത്തോണ്ട് ഉറക്കം വരുന്നില്ലേ പോലും ആദർശ് പോയി ഇങ്ങനെ കിടക്കുവാണ്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പം നന്ദുവിന്റെ അരിയിലേക്ക് നയന വരുവാണ്. അപ്പൊ നന്ദു ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും 3-4 മിസ് കോള്. അത് അനിതയുടെ മിസ് കോള്. ദൈവമേ, ഇത് അവനാണ്. അനിയായിരുന്നു രാത്രി വിളിച്ചത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? നയനേച്ചി അങ്ങനെ കണ്ടു കാണും. അത് അന്നേ പ്രശ്നമാവും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നിൽക്കണ സമയത്താണ് നയന അങ്ങോട്ട് വരുന്നത്. അല്ല ഇന്നലെ രാത്രി അർദ്ധരാത്രി സമയത്ത് നിന്റെ ഫോണിലേക്ക് 2-3 മിസ് കോൾ ഉണ്ടായിരുന്നല്ലോ, ഒരു അനിത. ഈ അനിത ആരാന്ന് ചോദിക്കുക. അല്ല ചേച്ചി, അത് ഞാൻ സത്യം പറഞ്ഞെന്തോ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. നിനക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലല്ലോ. പിന്നെ ഏത് ഫ്രണ്ടാ? ഈ ഫ്രണ്ടാണ് നിന്റെ ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ചേച്ചി, അനിത എന്റെ പുതിയ ഫ്രണ്ടാ. പുതിയ ഫ്രണ്ടോ? അല്ല ഞാൻ കുറച്ചാൾ ഫുഡ് ഡെലിവറി കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് അവിടെ വെച്ച് പരിചയപ്പെട്ടാന്ന് പറയും. ആഹാ, അതിനെന്തിനാ പെൺകുട്ടി അർദ്ധരാത്രി വിളിക്കണേ? അല്ല പിന്നെ രാത്രിയിൽ അവള് ഫ്രീ ആയി, രാത്രിയിൽ ഈ ഫുഡും കൊണ്ടൊക്കെ പോവല്ലേ, അപ്പൊ സംസാരിക്കാൻ വേണ്ടിയിട്ടാ. അവൾക്ക് പകല് വിളിച്ചുകൂടെന്ന് ചോദിക്കാം. അല്ല പകൽ അവള് നല്ല ഉറക്കവാ.
രാത്രിയിലെ ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്നോണ്ടേ. ഓ അങ്ങനെ. അല്ല എനിക്കൊരു സംശയം, രാത്രി എവിടെ ഈ പെൺകുട്ടികൾ ഫുഡുമായിട്ട് പോകുന്നേ? അതിന് ആൺകുട്ടികളല്ലേ? അല്ല പിന്നെ ആൺകുട്ടികളും ഉണ്ട്, ആ കൂടെ ഇവളും പോകുന്നുണ്ട്. എന്നൊരു കാര്യം ചെയ്യാം, നീ അവളെ ഒന്ന് വിളിക്കേ, ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയാം. അത് പിന്നെ വേണ്ട ചേച്ചി, 11 മണിയൊക്കെ വരെ നല്ല ഉറക്കമായിരിക്കും അവള് കിടന്ന്, വെറുതെ എന്തിനെ ശല്യപ്പെടുത്തുന്നേ. ഇത് കേൾപ്പോ എനിക്ക് വീണ്ടും സംശയം. അതേ, ഒരു കാര്യം എനിക്ക് തോന്നുന്നുണ്ട് നന്ദു, നീ എന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നീ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാ. അധികം വൈകാതെ അത് എന്താണെന്ന് ഞാൻ അറിയും. നീ എന്നെ കളിപ്പിക്കാൻ നോക്കൊന്നും വേണ്ട. ഇല്ല ചേച്ചി, ഞാൻ സത്യം പറഞ്ഞ അതെന്റെ ഫ്രണ്ട് അനിത തന്നെയാന്ന് പറയണം. ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. നന്ദു അങ്ങോട്ട് കയറി പോവാം. ഈ സമയത്താണ് ഗോവിന്ദന് പാലൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത്. എന്നാ നയനമോളെ ചായ വെക്കാനും പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുവാണ്. അല്ലച്ചാ, ഈ നന്ദുവിന് ഇത് എന്ത് പറ്റിയാന്ന് ചോദിക്കുക. എന്താ മോളെ അങ്ങനെ പറഞ്ഞേ? ഇന്നലെ രാത്രിയിൽ ഒരു അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് അനിത എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. 2-3 വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല. അവൾ ആ ഫ്രണ്ടിനെ കുറിച്ച് ഇതുവരായിട്ടും പറഞ്ഞു കേട്ടിട്ടില്ല. അല്ല, അച്ഛൻ അതിനെ കുറിച്ച് വല്ല അറിയാവുന്ന ചോദിക്കും. അങ്ങനെ എനിക്കറിയത്തില്ല മോളെ. ചിലപ്പോൾ അവളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന് അറിയാം. എന്നാലും എനിക്ക് എന്തോ ഒരു സംശയം. എനിക്ക് തോന്നേ നന്ദുവിന്റെ ഈ പ്രശ്നത്തെക്കുറിച്ച് അമ്മയ്ക്ക് അറിയാൻ തോന്നേ. അമ്മ ചില കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അവൾ അങ്ങനെ ചെയ്യുവോ? അങ്ങനെ അച്ഛനും അങ്ങ് അറിയാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അച്ഛനെ എന്തെങ്കിലും എന്നെ മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. മറച്ചു വെക്കാനോ? ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല എന്ന് പറയാം. ശരി ആയിക്കോട്ടെ, കുറച്ചു ദിവസം ഞാൻ എന്തായാലും കണ്ടുപിടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നയനി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷൻ ആയിപ്പോയി ഗോവിന്ദന്. ദൈവമേ, ഇവളിനി ഇപ്പൊ കണ്ടുപിടിക്കോ? നയനി എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പട പ്രശ്നമോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ഗോവിന്ദൻ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മള് ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.